ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന KSU മാർച്ചിൽ സംഘർഷം, ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസിന് നേരെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട്. വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ചതിന് പിന്നാലെയാണ് KSU ഇപ്പോൾ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്നത്. പോലീസുമായി തർക്കമുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസിന് നേരെ പ്രവർത്തകർ ഉന്തും തള്ളും നടത്തുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പ്രവർത്തകരെ പ്രതിരോധിക്കാൻ പോലീസ് ശ്രമിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ വ്യക്തമാണ്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് ഇപ്പോൾ KSU പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കും ഈ വിഷയത്തിൽ എന്ന് KSU നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ മാർച്ച്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. സലീം, ഈ പോലീസും പ്രവർത്തകരും തമ്മിലൊരു തർക്കമുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുകയാണോ? ഈ പ്രതിഷേധം ശക്തമാകുന്ന കാഴ്ചയാണോ അവിടെ കാണാൻ കഴിയുന്നത്? ശ്രീലക്ഷ്മി, പൂക്കോട് വിഷയത്തിൽ SFIക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായാണ് KSU സെക്രട്ടേറിയറ്റിലേക്ക് സമരം നടത്തിയത്. ഈ സമരത്തിനിടയിലാണ് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ ജലപീരങ്കി പ്രയോഗത്തിനിടെ ഒരു വനിതാ പ്രവർത്തകയ്ക്ക് പരുക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് പ്രവർത്തകർ ജലപീരങ്കിനടുത്തേക്ക് ചെന്നത്. അതിന് പിന്നാലെ പോലീസുമായി വാക്കേറ്റമുണ്ടായി. പിന്നീടാണ് പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായത്. ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് പ്രവർത്തകർ പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ നിലയിൽ ഒരു SFI ഈ സംഭവത്തിന് കാരണക്കാരായ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യും, ആ പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണ് എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പരുക്കേറ്റ വനിതാ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാനായി KSU പ്രവർത്തകർ തന്നെ നേരിട്ട് ഇടപെടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ നിലയിലുള്ളൊരു സമരം ഇതുമായി ബന്ധപ്പെട്ട് KSUവിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞത് തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI സമാന്തര അധോലോകം നടത്തുകയാണ്. SFI നടത്തുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമല്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇപ്പോൾ പ്രവർത്തകർ വാഹനങ്ങൾ തടസ്സപ്പെടുത്തി, MG റോഡിലെ വാഹനങ്ങൾ തടസ്സപ്പെടുത്തി, ഗതാഗതം തടസ്സപ്പെടുത്തി ഇവിടെ റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും വലിയ നിലയിലുള്ള പന്തംകുളത്ത് പ്രകടനം ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് KSU സെക്രട്ടേറിയറ്റിലേക്ക് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലാ നിലയിലുള്ള പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസിനെതിരെയും രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. പോലീസ് ഈ SFIയിലെ ഈ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ്. അതേസമയം സമരം ചെയ്യുന്നവർക്കെതിരെ ആണ് പോലീസിന്റെ നടപടികളെല്ലാം ഉള്ളത് എന്നുള്ളതാണ് SFIക്കെതിരെയും പോലീസിനെതിരെയും നിലവിൽ ഉയർത്തുന്ന മുദ്രാവാക്യം. എന്തായാലും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന നിലയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷമാണ് സെക്രട്ടേറിയറ്റിലെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകർ ഉപേക്ഷിച്ച് ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അതേസമയം പോലീസ് വാഹനത്തിൽ പരുക്കേറ്റ KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളും സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട്. വലിയ നിലയിലൊരു സമരം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ KSUവിന് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ ഈ വെറ്ററിനറി സർവകലാശാലയ്ക്ക് മുൻപിൽ തന്നെ KSU ആദ്യം തന്നെ സമരം ആരംഭിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാനമൊട്ടാകെ ഈ സമരം ഏറ്റെടുക്കാൻ കോൺഗ്രസും KSUവും തീരുമാനിച്ചത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നിലപാട് പറഞ്ഞിരുന്നു. കോൺഗ്രസും ഒപ്പം UDFിലെ മറ്റു കക്ഷികളും UDFിനൊപ്പം നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങുമെന്നും വലിയ നിലയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെ KPCC തന്നെ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ സമരപ്രഖ്യാപനവും നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വൈകുന്നേരത്തേക്ക് ഇപ്പോൾ ഈ സമയത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് KSU പ്രഖ്യാപിക്കുന്നത്. അതിന് പിന്നാലെ വലിയ നിലയിലുള്ള സമരം, വലിയ നിലയിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരികയാണ് KSU. വരും ദിവസങ്ങളിലും ഈ സമരം തുടരും എന്നുള്ളതും KSU പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ ഈ സമരം നടത്തുന്നത്. അതിനിടയിൽ ഒരു KSU പ്രവർത്തകൻ പോലീസിന്റെ വാഹനത്തിന് മുകളിൽ കയറി KSUവിന്റെ കൊടി ഉയർത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. നിലവിൽ
പോലീസും പ്രവർത്തകരും തമ്മിൽ 2 തവണ ഉന്തും തള്ളും ഉണ്ടായെങ്കിലും പിന്നീട് പ്രവർത്തകർ റോഡിൽ സലീം, കുത്തിയിരിക്കുമ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ ഏത് രീതിയിലാണ് ഇപ്പോൾ നേരിടുന്നത്? ഈ സമരത്തിനിടെ ഒരു വനിതാ പ്രവർത്തകയ്ക്ക് പരുക്ക് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അവരുടെ പരുക്ക് സാരമുള്ളതാണോ? ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകർ ഈ സമരം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണോ കാണുന്നത്? ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകാൻ കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുന്നുണ്ടോ? ശ്രീലക്ഷ്മി, പ്രവർത്തകരെ ഈ വനിതാ പ്രവർത്തകയുടെ പരുക്ക്, ആ പരുക്ക് കാലിലേറ്റ പരുക്കാണ്. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പോലീസ് പ്രവർത്തകരെ ഏതു നിലയിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പിരിച്ചുവിടും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി, ആദ്യഘട്ടത്തിൽ ഉന്തുന്തള്ളും ഉണ്ടാവുകയും പിന്നീട് അതിനുശേഷം ഈ ജലപീരങ്കിയും അല്ലാതെ മറ്റ് നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ പക്ഷേ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യവുമായി പാളയത്തേക്ക് പോവുകയാണ്. റോഡ് ഉപരോധിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ മുദ്രാവാക്യവുമായി പാളയത്തേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ പ്രവർത്തകർ ഈ സമരം തൽക്കാലമായി അവസാനിപ്പിച്ചതിന് ശേഷമാകും ഈ പാളയത്തേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും KSUവിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വലിയ നിലയിലുള്ള സമരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ്. ആ നിലയിൽ KSU ശരി സലീം, പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് KSU ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടന്ന മാർച്ചിൽ പോലീസും പ്രവർത്തകരുമായി ഏറ്റുമുട്ടി ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ കഴിയുന്നത്.